ഓഫ് റോഡ് കഴിഞ്ഞ് വരുന്ന വണ്ടികൾ വരെ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നമ്മൾ ഏകദേശം 20,000-ൽ പരം വണ്ടികൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ഓൾ കേരള ഓട്ടോ എക്സ്പെഡിഷന്റെ 5th ഡേ ആണ് ഇന്ന്. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം എല്ലാം കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസം എത്തി നിൽക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് നമുക്ക് ഇന്ന് എന്നാണ് പരിപാടി എന്ന് ചോദിച്ചാൽ, അപ്പോൾ ഇത്രയും ദിവസത്തെ ട്രാവലൊക്കെ ആയപ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ, വണ്ടിയുടെ അകത്തും സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് പിന്നെ ഈ ട്രാവലെല്ലാം കാരണം പൊടിയും അങ്ങനെ മൊത്തം വണ്ടി ഒരു കുളമായിട്ടൊരു അവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പം നമുക്കൊന്ന് വണ്ടി കഴുകണ്ടേ. അപ്പോൾ വണ്ടി കഴുകാനായിട്ട് ഞാനിപ്പോൾ ഉള്ളത്, നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒരു കേട്ടുപരിചയം കാണും, കാഗോ എന്ന് പറഞ്ഞിട്ട് ഒരു കാറൊക്കെ വാഷ് ചെയ്യുന്നൊരു സ്റ്റീം വാഷാണ് കേട്ടോ. അവരുടെ ഒരു സർവീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ സർവീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ വണ്ടിയൊക്കെ കഴുകാനായിട്ട് എന്താ ചെയ്യുന്നത്, സർവീസ് സ്റ്റേഷനിൽ പോകണം. പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഡോർ സ്റ്റെപ്പായിട്ട് തന്നെ നമുക്ക് വിളിച്ചാൽ ഇവർ വീട്ടിൽ ഒന്ന് കഴുകും. ഏകദേശം ഒരു 10 കിലോമീറ്റർ ഇവരുടെ സർവീസ് സ്റ്റേഷൻ, ഇവരുടെ ഇവർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതിന് ഏകദേശം ഒരു 10 കിലോമീറ്റർ റേഞ്ചിലുള്ള എവിടെയും വന്ന് നിങ്ങൾക്ക് ഇവർ സർവീസ് ചെയ്തു തരുമെന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു കാർ വാഷ് മാത്രമല്ല കേട്ടോ, ഇവർക്ക് നമ്മുടെ വണ്ടിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സർവീസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വണ്ടി ഇങ്ങനെ കഴുകാൻ നേരത്ത് കാഗോ തന്നെ യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഇവരുടെ ഈ ഒരു പാക്കേജ് തുടങ്ങുന്നത് 500 രൂപ തൊട്ട് ഇവർ ഈ ഒരു പാക്കേജ് തുടങ്ങുന്നുണ്ട്. അതിന് മുകളിലോട്ടും ഉണ്ട്. പക്ഷേ ബേസിക് ആയിട്ടുള്ള പാക്കേജ് 500 രൂപ തൊട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് സാധാരണ നോർമലി നമ്മൾ വീട്ടിൽ വണ്ടി കഴുകുവാണെങ്കിൽ ഏകദേശം 100 ലിറ്റർ തൊട്ട് അതിന് മേളിലോട്ട് 200 അങ്ങനെ വെള്ളം പോകുന്ന വഴി നമ്മൾ അറിയത്തില്ല. പക്ഷേ ഇവർ വണ്ടി കഴുകാനായിട്ട് കുറഞ്ഞത് ഒരു 4 ലിറ്റർ അല്ലെങ്കിൽ ഒരു 5 ലിറ്റർ വരെയൊക്കെയാണ് ഇവർ ഒരു വണ്ടി കഴുകാനായിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾ ഈ ഒരു കാഗോ സ്റ്റീം വാഷ് ചെയ്യുന്ന വഴി. സോ നമുക്ക് ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് അവരുടെ ടീമിനോട് തന്നെ ചോദിച്ചു നോക്കാം. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള നമ്മുടെ കാഗോയുടെ ഡയറക്ടറായിട്ടുള്ള അജ്മലി ഏട്ടനാണ്. അപ്പം കൂടുതലായിട്ടും ഞാൻ ആദ്യം തന്നെ ചോദിക്കുന്നത്, കാഗോ ഇങ്ങനെ സ്റ്റീം ഇങ്ങനെ വാഷ് സർവീസ് ഉണ്ടെന്നൊക്കെ കേൾക്കുമ്പോഴേക്കും കോമൺ ആയിട്ട് എല്ലാവർക്കും ആദ്യം തോന്നുന്ന കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ഒന്നാമത് എനിക്കിത് കേട്ടപ്പോൾ തോന്നിയൊരു ഡൗട്ടാണ്, അതായത് നമ്മൾ ഡോർ സ്റ്റെപ്പായിട്ട് പോയി സർവീസ് ചെയ്ത് കൊടുക്കും. അപ്പം നമ്മുടെ വീട്ടിൽ നിന്നാണ് ഈ പറഞ്ഞ വെള്ളവും പവറും ഒക്കെ എടുക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും? അല്ല, നമ്മൾ പൂർണ്ണമായിട്ടും നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും വൈദ്യുതിയും നമ്മൾ ഓൾറെഡി ഈ പറയുന്ന വാനിൽ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജനറേറ്ററും ഉണ്ട്. പിന്നെ നമ്മളുടെ ഓൾറെഡി സ്റ്റീമർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 ലിറ്റർ ജലം മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് വാഹനം പൂർണ്ണമായും വൃത്തിയാക്കാം, അതോടൊപ്പം തന്നെ അണുവിമുക്തമാക്കാനും സാധിക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ 5 ലിറ്റർ വെള്ളം കൊണ്ടാണ് കഴുകുന്നതെന്ന് പറഞ്ഞു. 5 ലിറ്റർ വെള്ളം കൊണ്ട് നമുക്ക് ബോത്ത് ഇന്റീരിയറും എക്സ്റ്റീരിയറും അല്ലേ വരുന്നത്? എക്സ്റ്റീരിയറും ഇന്റീരിയറും നമുക്ക് ക്ലീൻ ചെയ്യാം. പിന്നെ വാഹനത്തിന്റെ വലിപ്പം അനുസരിച്ചും ഡേർട്ട് അനുസരിച്ചും ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരും. അപ്പം ഏറ്റവും ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ പാക്കേജ് വരുന്നത് 500 രൂപയാണ്. അതിന് മേലോട്ടും ഉണ്ടോ? അതെ, ഉണ്ട്. അപ്പോൾ ഈ 500 രൂപയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാക്കേജിൽ എന്തൊക്കെ സംഭവം? ബേസിക് ആയിട്ടുള്ള പാക്കേജിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയർ വാഷ് മുതൽ ഇന്റീരിയറിന്റെ ബേസിക് സർവീസ്, അതായത് വാഹനം ഫുള്ള് നമ്മൾ സ്റ്റീം അടിച്ച് സാനിറ്റൈസേഷൻ പ്രക്രിയ കൂടി നമ്മൾ ഇതിൽ വരുന്നുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ കാർ വാഷിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ബേസ് സർവീസിൽ അവരെപ്പോഴും എക്സ്റ്റീരിയർ വാഷ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഇന്റീരിയർ ജസ്റ്റ് തുടച്ചെടുക്കുക എന്നുള്ള വാഹനത്തിന് അടിഞ്ഞു കൂടിയിട്ടുള്ള ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്. അപ്പം അതുകൂടി എലിമിനേറ്റ് ചെയ്യുകയാണ് കാഗോയിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. പിന്നെന്ന് പറഞ്ഞാൽ വേറെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഇത് സ്റ്റീം വാഷ് ആണല്ലോ. അതായത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന വാഷിംഗ് എന്ന് പറഞ്ഞാൽ പ്രഷർ പമ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വെള്ളം ഭയങ്കരമായിട്ട് അടിച്ച് തെറിപ്പിച്ചുള്ള പരിപാടിയാണ്. അപ്പം നമ്മളത് കണ്ട് പരിചയമുള്ളൊരു കാര്യമാണ്. പക്ഷേ സ്റ്റീമിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഡൗട്ട് വരാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒത്തിരി ഡേട്ട് ഉണ്ടെങ്കിൽ ഈ സ്റ്റീം വെച്ച് ഇത് കളയുമ്പോഴേക്കും ആ ഡേട്ടൊക്കെ പോകുമോ, പ്രോപ്പറായിട്ട് നമുക്ക് ക്ലീൻ ആയി കിട്ടുമോ എന്നൊരു ഡൗട്ട് ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടാണ്. അപ്പം അതിൻ്റെ സംഭവം എന്താണ്? നമുക്ക് 100% കസ്റ്റമേഴ്സിനെ തൃപ്തരാക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മളുടെ ഒരു അഡ്വാൻറ്റേജ്. അതായത് സാധാരണ നോർമൽ ആയിട്ടുള്ള സ്റ്റെയിൻസ് മുതൽ ഹെവി ഡേർട്ട്, ഇപ്പോൾ ഓഫ് റോഡ് കഴിഞ്ഞ് വരുന്ന വണ്ടികൾ വരെ കാഗോന്റെ ഈ ഒരു സ്റ്റീം വാഷ് വഴി, അത് ഈ നമ്മൾ പറഞ്ഞ 5 ലിറ്റർ ജലം മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന സ്റ്റീമറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അതിൽ സ്റ്റീമിനോടൊപ്പം തന്നെ നല്ല ചെളിയുള്ള ഭാഗങ്ങളിൽ നമുക്ക് ചെറുതായിട്ട് വാട്ടർ കണ്ടന്റ് കൂട്ടി ഹൈ പ്രഷറിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് സ്റ്റെയിൻസും റിമൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. പിന്നെ വേറൊരു ഇപ്പം പറഞ്ഞല്ലോ, ഇങ്ങനെ സ്റ്റീമാണ്, അപ്പോഴേക്കും എന്തായാലും ഒരു ഹീറ്റ് കാണുമല്ലോ. അപ്പോഴേക്കും ആൾക്കാർക്ക് ഒരു ഡൗട്ട് വരും, ഇങ്ങനെ പെയിന്റ് എന്തെങ്കിലും, നമുക്കറിയാം നമ്മുടെ വണ്ടിക്ക് ഇനാമൽ പെയിന്റ് ഒന്നും അല്ല യൂസ് ചെയ്യുന്ന, പല ലെയറിലാണ് വരുന്നത്. അപ്പം പറ്റത്തില്ലെന്ന് നമുക്കറിയാം, എന്തായാലും ഒരു ഡാമേജ് ഉണ്ടാവില്ല. എന്നാലും ആൾക്കാർക്കൊന്ന് തൃപ്തിയാണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് പറയണമല്ലോ. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നമ്മൾ ഏകദേശം 20,000-ൽ പരം വണ്ടികൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇന്ന് വരെ പെയിന്റ് ഡാമേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നിട്ടില്ല. പ്രധാന കാരണം എന്ന് പറയുന്നത്, കാറിന്റെ പെയിന്റ് ബേക്ക് ചെയ്യുന്നത് ഹയർ ടെമ്പറേച്ചറിലാണ്. ലോയർ ടെമ്പറേച്ചർ മുതൽ ഹയർ ടെമ്പറേച്ചർ വരെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കാറിന്റെ പെയിന്റ് സെഗ്മെന്റ്സ് എല്ലാം ഉള്ളത്.
അതുകൊണ്ടാണ് നമുക്ക് ഇത്തരം പെയിന്റ് ഇഷ്യൂസ് ഇതുവരെ നമ്മൾ കേൾക്കാത്തത്. അപ്പൊ അടുത്തായിട്ട് ഏകദേശം നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പാക്കേജിൽ നമുക്ക് എന്തായാലും വലിയ വലിയ സംഭവം ചെയ്യുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ഏകദേശം കുറഞ്ഞ എത്ര സമയത്തിനുള്ളിൽ നമുക്ക് വണ്ടി റെഡി ആയിട്ട് കിട്ടും? നമ്മൾ 45 മിനിറ്റ് കൊണ്ടാണ് ബേസിക് സർവീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷേ ബേസിക് സർവീസിൽ നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റുള്ളവർ ചെയ്യുമ്പോൾ എക്സ്റ്റീരിയർ മാത്രം വാഷ് ചെയ്ത് നിർത്തുമല്ല നമ്മൾ ചെയ്യുന്ന. കാറിൻ്റെ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഏരിയാസ് നമ്മൾ സ്റ്റീം അടിച്ച് തുടച്ചെടുക്കുന്ന പ്രോസസ്സും കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പൊ അതിന് മേളിലോട്ട് നമുക്ക് കുറെ പാക്കേജ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഏറ്റവും വലിയ കൂടിയ പാക്കേജ് ഏതാണ്? അതായത് ഒരു കസ്റ്റമർക്ക് പല റിക്വയർമെന്റ് ഉണ്ടാവും. അപ്പോൾ ചിലവരെ സംബന്ധിച്ച് ജസ്റ്റ് ബേസിക് ബോഡി വാഷ് മാത്രമായിരിക്കും. ചിലവർ നമ്മുടെ ഒരു 10 വർഷം പഴക്കമായ ഒരു വണ്ടി കൊണ്ടുവന്നിട്ട് ഷോറൂം കണ്ടീഷനിലേക്ക് മാറ്റി തന്നെ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഏകദേശം 5 മണിക്കൂർ എടുത്ത് 2 പേര് 5 മണിക്കൂർ എടുത്ത് ഏകദേശം നമ്മൾ അതിന് 3000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പം ഓരോ കോർണേഴ്സ് ഉൾപ്പെടെ നമ്മൾ മൈന്യൂട്ട് ആയിട്ടുള്ള ഗ്യാപ്സ് ഉൾപ്പെടെ നോക്കിയാണ് അത് ക്ലീൻ ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ആ പാക്കേജ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നതാണ് വണ്ടി സെയിൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ 3 ലക്ഷം രൂപയാണ് വാല്യൂ ഇട്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു അൾട്ടിമേറ്റ് ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞ സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം ആ വണ്ടിക്ക് ഒരു 25,000 രൂപയുടെ പ്രൈസ് ഹൈക്ക് എന്തായാലും കൊടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാർ വാഷ് മാത്രമല്ല വേറെ കുറെ വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസും കൂടെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്തൊക്കെയുണ്ട്? നമ്മുടെ വണ്ടികളുടെ കാർ ബോഡി പോളിഷിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഹെഡ്ലൈറ്റ് മങ്ങി കിടക്കുന്ന ഹെഡ്ലൈറ്റ്സ് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ വണ്ടികൾ ബോർവെൽ വാട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ഡോട്ട്സ് കാണപ്പെടും. അപ്പോൾ അത്തരം സംഭവങ്ങൾ വാട്ടർ സ്പോട്ട് റിമൂവ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനെല്ലാം പുറമെ വീടുകളിലെ സോഫ ക്ലീനിങ്, കാർപ്പറ്റ്, ചെയേഴ്സ് ഇത്തരം ക്ലീനിങ് സർവീസുകളൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ കാർ വാഷ് കൂടാതെ ഇപ്പൊ പറഞ്ഞ ഈ കാറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി സർവീസും നമുക്ക് വീട്ടിൽ തന്നെ എല്ലാം നമ്മളുടെ 100% സർവീസും നമ്മൾ ഡോർസ്റ്റെപ്പ് ആണ്. കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടത് അത് നമ്മളുടെ 5 വർഷത്തെ എക്സ്പീരിയൻസിൽ നമുക്ക് വേണ്ട ടെക്നോളജിയും വേണ്ട ബെസ്റ്റ് കെമിക്കൽസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് അവിടുന്ന് 10 കിലോമീറ്റർ റേഞ്ച് ആണല്ലോ നമ്മൾ. അപ്പൊ അതിന് വെളിയിലോട്ടുണ്ടെങ്കിലോ? നമ്മൾ തീർച്ചയായിട്ടും ഒരു കസ്റ്റമർ 15-20 കിലോമീറ്റർ അകലയിൽ നിന്ന് നമ്മളെ വിളിക്കുവാണെങ്കിൽ നമ്മൾ അവരോട് പറയും, സർ ഒന്നിലധികം വാഹനങ്ങൾ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ പ്രീമിയം സർവീസ് ഇപ്പം 30 കിലോമീറ്റർ അകലെ നമ്മൾ സർവീസ് എടുക്കുന്നുണ്ട്. ബട്ട് ഒരു കസ്റ്റമർ വിളിച്ചിട്ട് പറയും എൻ്റെ വണ്ടി പുത്തനാക്കി തരണം, പ്രീമിയം പാക്കേജ് എടുക്കാം, നമ്മൾ അവിടെ ആ സർവീസ് പോയി പ്രൊവൈഡ് ചെയ്യും. അതല്ല ബേസ് സർവീസ് ആണ് വേണ്ടതെങ്കിൽ നമുക്ക് ഒന്നിലധികം വാഹനം അറേഞ്ച് ചെയ്ത് തന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വണ്ടി കഴുകുന്ന ആ പരിപാടിയൊക്കെ നോക്കാം. കൂടുതൽ വിവരങ്ങൾ അറിയാം. കഴുകുന്നതിന് മുന്നേ ഉള്ള അതുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ അവസ്ഥയാണ് ഇത്. നിങ്ങൾ കണ്ടല്ലോ, ഇത് ഇത്ര വൃത്തിയായിട്ടാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. മൊത്തം ഡാഷ് കൈ തൊട്ടാ പൊടിയാണ്. ഇങ്ങനെ എടുക്കാം. നമ്മൾ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് മൊത്തം ലഗേജ് കയറ്റി നമ്മൾ ഇങ്ങനെ ലോങ് ഡ്രൈവ് പോകുമ്പോഴേക്കും ഫുൾ AC നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തുറന്നിട്ട് ഓടി മൊത്തം പൊടിയടിച്ച് അങ്ങനത്തെ ഒരു സത്യം പറഞ്ഞൊരു വൃത്തിയായിട്ട സിറ്റുവേഷനിലാണ് ഇപ്പോൾ വണ്ടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോഴത്തെ കോലം നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഇനി കഴുകി കഴിഞ്ഞിട്ട് എങ്ങനെയാണിതെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഡോർ പാഡിൻ്റെ ഈ സൈഡിലായിട്ടൊരു ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഒട്ടിച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഡിഫറൻസ് കാണിക്കാനായിട്ടാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗത്തോട്ട് ഇപ്പം ആദ്യം ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോഴേക്കും ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റുമല്ലോ എത്രമാത്രം ഇത് ക്ലീൻ ആകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ സംഭവം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട്. അപ്പോൾ നമ്മുടെ ഡോർ പാഡ്സിൻ്റെ അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിന് കുറേ സ്റ്റീമേഴ്സിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ സർവീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ടുള്ള ക്ലീനിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ ജസ്റ്റ് ഇവിടുന്ന് തുടച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ എന്തെങ്കിലും പോളിഷോ കാര്യങ്ങളോ ഒക്കെ ഇങ്ങനെ അടിച്ചു വിടുകയാണ് ചെയ്യുക, തൊട്ടുവിടും. അപ്പം ഇപ്പോൾ പോളിഷ് ഇങ്ങനെ ഓരോ ലെയർ ബൈ ലെയർ അവരായിട്ട് അത് റിമൂവ് ചെയ്തിട്ടല്ല അവർ പിന്നെ ഈ പോളിഷ് അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെ ഒന്നിൻ്റെ മുകളിലോട്ട് ഒന്നായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു അവിടെ ഇരിക്കുന്ന ഡേർട്ടൊന്നും ശരിക്കും അവിടെ ഇളകി പോകുന്നില്ല നമ്മളല്ലാതെ നമ്മളൊരു വാഷിന് കൊടുക്കുമ്പോഴേക്കും. പക്ഷേ ഇതാണ്ട് സ്റ്റീം വാഷിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആ ഡിഫറൻസ് ഒന്ന് നോക്ക്. ഇതുണ്ട്, ഇതിപ്പോൾ ചെയ്ത പോർഷന് അങ്ങോട്ട് നോക്കിയേ ഇച്ചിരൂടെ ചെയ്യാത്ത പോർഷനും കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നമുക്ക് അറിയില്ല ഡോർ പാർട്സിന് അവിടെ മൈന്യൂട്ടായിട്ടുള്ളൊരു ഇത് കമ്പനികൾ ഒരു കുഞ്ഞൊരു ഡീറ്റെയിലിംഗ് ആണല്ലോ അല്ലാതെ ഒരു ഡിസൈനിലൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ എഡ്ജസിലൂടെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഡേർട്ട് പറ്റി പിടിച്ചിരിക്കുന്ന അവസ്ഥയൊന്നും നമുക്ക് സ്റ്റീം വാഷ് ചെയ്യുമ്പോഴേക്കും ഉണ്ടാകത്തില്ലെന്നാണ് ആ ഒരു ഡിഫറൻസ് ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. കാരണം ഇങ്ങനെ ഹീറ്റായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഡേർട്ട് ഇങ്ങനെ ഡിസോൾവ് ചെയ്ത് ഇങ്ങനെ ഇളകി പോകുന്നുള്ളൂ. നമ്മൾ ഡോറ് കഴിഞ്ഞിട്ട് തന്നെ നമ്മളിപ്പോൾ ഒരു സീറ്റും കൂടെ ചെയ്ത് കാണിക്കാം. അപ്പോൾ സീറ്റിൽ നമ്മൾ എന്തായാലും ആ ടേപ്പൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഡിഫറൻസ് കാണിക്കാനായിട്ട്. അപ്പം നിങ്ങൾ കണ്ടല്ലോ സീറ്റിൻ്റെ വരുന്ന സ്റ്റിച്ചിങ് ഒക്കെ കണ്ടല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പോലും ഒരു തരി ഡേർട്ട് പോലും ഇരിക്കത്തില്ല. നമ്മൾ ചെയ്യാത്ത പോർഷനിൽ സ്റ്റിച്ചിങ്ങിൻ്റെ ഇടയ്ക്ക് കണ്ടോ നിങ്ങളൊന്ന് കൈ വെച്ച് അകത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇഷ്ടംപോലെ പൊടി കയറി ഇരിപ്പുണ്ടായിരിക്കും. ഇപ്പം നമുക്ക് അത് അവിടെ ചെയ്തിട്ടില്ല. പക്ഷേ ചെയ്ത ഭാഗത്ത് സ്റ്റിച്ചിങ്ങും കൂടെ ഞാൻ കാണിച്ചു തരാം. അവിടെ നോക്കിയാൽ ദേ ഒട്ടും പൊടി ഇരിപ്പില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ സീറ്റും കഴിഞ്ഞിട്ട് അടുത്തൊരു ഡാഷാണ്. നിങ്ങൾ കണ്ടോ ഡാഷ് ഇഷ്ടം പോലെ പൊടിയാണ്. നമ്മളിങ്ങനെ വിൻഡോ ഇങ്ങനെ തുറന്നിട്ട് ഓടി ഭയങ്കരമായിട്ട് ഇങ്ങനെ
പൊടിയാണ്. അപ്പോൾ ഇനി ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതും കൂടെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ അതാണ്ട് നമ്മുടെ ആ ഒരു ഡാഷിൻ്റെ സൈഡും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ മുമ്പിൽ എന്തേരെ പൊടിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെൻ്റെ നമ്മുടെ ഡാഷും കൂടി ഈ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇത്രയ്ക്ക് ഡിഫറൻസ് ആണ്. നമ്മൾ ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് പോലും പിടിച്ചിട്ടില്ല അല്ലേ നമുക്കൊരു സീറ്റും ആ ഒരു ഡാഷിൻ്റെ ഏരിയയും കൂടെ പിടിക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടി തീരുകയും ചെയ്യും. പക്ഷേ ഭയങ്കരമായിട്ട് നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇൻറ്റീരിയർ നിങ്ങൾ കണ്ടല്ലോ, അതിൻ്റെ അവസ്ഥ തന്നെയാണ് നമുക്കിപ്പോൾ എക്സ്റ്റീരിയറും കിടക്കുന്ന മൊത്തം പൊടിയും പിടിച്ച് നിങ്ങൾ കണ്ടില്ലേ, മൊത്തം പൊടി പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് അകത്തെ വാഷിങ് ആദ്യം തന്നെ ഇവർ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ മഡ് ഗാർഡ്. നിങ്ങൾക്ക് അറിയാലോ അതിൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ വീലാർക്കിൻ്റെ അകത്തോട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ചെളി ഇരിക്കുന്ന ഒരു ഭാഗമാണ്. അതായത് നമ്മൾ വെളിയിൽ നിന്ന് കാണുന്നതിൽ ഏറ്റവും കൂടുതൽ ചെളി കാണുന്ന ഭാഗമാണല്ലോ ഇവിടെ നമ്മൾ വീലിൻ്റെ ആ ഒരു സൈഡിലോട്ടെന്നൊക്കെ പറയുമ്പോഴേക്കിനും സ്റ്റീം വാഷ് ചെയ്യുന്നതിന് മുന്നേ അവർ ചെറുതായിട്ടൊന്ന് സ്പ്രേ ഇട്ടിട്ട് അല്ലാതെ പിടിക്കുന്നുണ്ട്. അതിന് 2 ഉദ്ദേശമാണുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി നേരം നമുക്ക് മെഷീൻ റൺ ചെയ്ത് അങ്ങനെ ഫ്യൂവലിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് കുറയ്ക്കാമെന്നാണ്. ഏകദേശം ഈ പുകയും മഞ്ഞൊക്കെ ഒന്ന് പോയിട്ട് നിങ്ങളെ നമ്മൾ കാണിക്കുന്നത് അത്രയും പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അവിടുത്തെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കിയേ. നമ്മൾ ടയറിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ബോഡി ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. ബോഡി ക്ലീൻ ചെയ്യുന്നതിൻ്റെ നിങ്ങൾ നോക്കിക്കുക, ഡേർട്ട് ഇളകുന്നുണ്ടോ നിങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുക ഡേർട്ട് ഇളകുന്നത്. അവരപ്പോൾ ആ ഡേർട്ട് ഇളകുന്ന കൂട്ടത്തിൽ തന്നെ ഇതുണ്ട് അതൊരു ക്ലോത്ത് ഇട്ട് അത് ഒപ്പിയൊക്കെ വിടുന്നുണ്ട്. അത് കാരണം അധികം സ്പ്രെഡായിട്ട് വേറെ സ്ഥലത്തോട്ടൊന്നും പോകത്തില്ല. അപ്പം കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇളകുന്ന ഡേർട്ട് അവർ തുടച്ച് അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് അവർ ചെയ്യുന്നത്. എന്തെങ്കിലും നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ ഇത്ര ഒരു ഏരിയ നമുക്ക് എന്തായാലും ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ സ്റ്റീം വാഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ഡേർട്ട് ഇരിക്കത്തില്ല. അപ്പം നമുക്ക് അതായത് ഇതിൻ്റെ ഒരു വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ തന്നെ ഒരു എത്രമാത്രം മൈന്യൂട്ടായിട്ട് എന്തെങ്കിലും എഡ്ജസിൽ പോലും കയറിയിരിക്കുന്ന ഡേർട്ട് നമുക്ക് അത് ഇളക്കി കളയാൻ പറ്റുന്നതാണ്. കാരണം നമുക്ക് ഈ ഒരു ചില ഡേർട്ടൊക്കെ ഉണങ്ങിയല്ലേ പിടിച്ചിരിക്കുക. അപ്പം ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കുന്ന ഡേർട്ടൊക്കെ ആണെങ്കിലും ഇത് സ്റ്റീം എന്ന് പറയുമ്പോഴേക്കും ഹീറ്റ് അല്ലേ, അപ്പം ആ ഹീറ്റ് ചെല്ലുമ്പോഴേക്കും ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന ഡേർട്ടൊക്കെ പോലും ഇളകി വരും. ഈ ഗണ്ണിൽ നിന്ന് വരുന്ന ഈ ചൂടെന്ന് പറഞ്ഞ് വരുന്ന സ്റ്റീമിന് ഏകദേശം 135 ഡിഗ്രിയിലാണ് കേട്ടോ ഈ സംഭവം വരുന്നത്. അപ്പോൾ ഇത്രയും ആ ഒരു ഹീറ്റിനെ അവർ കൺട്രോൾ ചെയ്യുന്നത് ഗണ്ണിൻ്റെ അകലം കുറച്ചുകൊണ്ടും കൂട്ടിയൊക്കെയാണ്. നമ്മുടെ കാറിൻ്റെ ഫുള്ള് വാഷ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിലത്തോട്ട് നോക്കിയേ, ഒരു കാറ് കംപ്ലീറ്റ് കഴുകിയ സ്ഥലമാണ്, നിലത്ത് ഒരു തുള്ളി വെള്ളമില്ലെന്നുള്ളതാണ്. അപ്പം കഴുകിയിട്ട് എന്തായാലും ഇത്രയാണ് ഇപ്പം മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പോയി ഓടിപ്പിടിച്ചൊന്ന് കണ്ടിട്ട് വാ. വാഷൊക്കെ കഴിഞ്ഞിട്ട് അത് നമുക്ക് അവരൊരു മാറ്റൊക്കെ ഫ്ലോറിലിട്ട് തന്നിട്ടുണ്ട്. അതിലവർ എഴുതിയിട്ടുണ്ട് അവരുടെ മെസ്സേജ്, യു സേവ്ഡ് അബൌട്ട് 200 liters ഓഫ് വാട്ടർ വിത്ത് കാഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നോർമലി കഴുകുന്നുള്ള 200 ലിറ്ററോളം വെള്ളം നമ്മൾ ലാഭിച്ചേക്കാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കാർ വാഷായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇവരുടെ ഫ്രാഞ്ചൈസി എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് ബിസിനസ് കൊളാബറേഷൻസോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ്സിന് താല്പര്യമുള്ളവർ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അശ്വലി ഏട്ടനോട് തന്നെ ചോദിക്കാം. നമുക്ക് നമ്മളുടെ ഫ്രാഞ്ചൈസിയോ അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ട് എന്ത് ബിസിനസ്സിന് വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായവും നമുക്ക് ചെയ്തു തരാൻ പറ്റും. ഓക്കെ, അപ്പം എങ്ങനെ എന്തെങ്കിലും താല്പര്യമുള്ളവർ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ സൈറ്റ് ഒക്കെ ഉണ്ടല്ലേ, വെബ്സൈറ്റിൽ Caggo.in കയറി കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും വെബ്സൈറ്റിന്റെ ലിങ്ക് അതുപോലെ തന്നെ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് നമ്മുടെ കാഗോ സ്റ്റീം വാഷിന്റെ ഒരു കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഒരു പക്ക ഒരു ഒരു ഡീറ്റെയിൽഡ് അല്ല ഒരു കുഞ്ഞ് ഡീറ്റെയിൽഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കേണ്ട. മാത്രമല്ല നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ തന്നെ അമർത്തുക. അപ്പോൾ ആയിരിക്കും ഞാൻ എടുത്ത ഓരോ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ എടുത്തല്ലോ. മാത്രമല്ല നമ്മുടെ ഒരു സെക്കൻഡറി ചാനലുണ്ട് ബ്ലോഗർ ക്യൂൻ, അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലായിരിക്കും നമ്മുടെ ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.